നമസ്കാരം. ഗണപതി ഭഗവാൻ വിഘ്ന നിവാരകനാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഗണേശ പ്രതിഷ്ഠ കാണാവുന്നതുമാണ്. കൂടാതെ നിത്യവും ഗണേശ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ദോഷങ്ങൾ ഇല്ലാതാവുകയും ഉയർച്ച വന്നു ചേരും. എന്നാൽ മാസത്തിൽ 2 ദിവസങ്ങൾ ഭഗവാനായി മാറ്റി വച്ചിരിക്കുന്നതാകുന്നു. ചതുർത്ഥി നാളുകളാണ് ഇവ. വിനായക ചതുർത്ഥി എന്നും സങ്കടഹര ചതുർത്ഥി എന്നും ഈ ദിവസങ്ങളെ പരാമർശിക്കുന്നു. എന്നാൽ അതിപ്രസിദ്ധമായ വിനായക ചതുർത്ഥിയാണ് നാളെ. അതിനാൽ തന്നെ നാളെ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ഏവരും അറിയുകയും അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ പല ദോഷകരമായ ഫലങ്ങളെയും തരണം ചെയ്ത് ഐശ്വര്യം കൊണ്ടുവരുവാൻ സാധിക്കും. നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം പരാമർശിക്കാൻ പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു. ആരംഭം സെപ്റ്റംബർ 6 വൈകുന്നേരം 3:01 എന്നാൽ അവസാനിക്കുന്നത് സെപ്റ്റംബർ 7 വൈകുന്നേരം 5:37 ഇതിനാൽ സെപ്റ്റംബർ 7 ചതുർത്ഥിയായി നാം ആചരിക്കുന്നത്. എല്ലാ മാസവും ചതുർത്ഥി വരും എങ്കിലും മഹാവിനായക ചതുർത്ഥിയാണ് ഈ മാസം വരുന്നത്. അതായത് നാളെ നാം ആഘോഷിക്കാനായി പോകുന്നത്. ഭാദ്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ചതുർത്ഥി തിഥിയെയാണ് രാജ്യമെമ്പാടും ഗണേശ ചതുർത്ഥിയായി നാം ഏവരും ആഘോഷിക്കുന്നത്. നാളെ ചില വസ്തുക്കൾ വീടുകളിൽ പാചകം ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ നാളെ ചന്ദ്രദർശനം പാടുള്ളതല്ല. ചന്ദ്രദർശനം നാളെ നടത്തുന്നതിലൂടെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. അഥവാ ചന്ദ്രദർശനം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ അബദ്ധവശാൽ കാണുകയാണ് എങ്കിൽ ജപിക്കേണ്ടതായ മന്ത്രത്തെക്കുറിച്ചും ദോഷഫലങ്ങൾ ഒഴിവാക്കുന്ന ആ മന്ത്രത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ കയ്യിൽ കരുതേണ്ടതായ വിശേഷപ്പെട്ടതായ വസ്തുക്കളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാം. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് വ്രതത്തെക്കുറിച്ചാകുന്നു. നാളെ വ്രതം എടുക്കുന്നവർ ഇന്ന് ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോൾ ഗണപതി ഭഗവാനോട് നാളെ വ്രതമെടുക്കുവാൻ തടസ്സങ്ങൾ കൂടാതെ വ്രതം പൂർത്തീകരിക്കുവാൻ സാധിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ശേഷം ചതുർത്ഥി വ്രത സങ്കല്പം എടുക്കണം. സെപ്റ്റംബർ 7 അതിരാവിലെ ഉണർന്ന് കുളിച്ചതിന് ശേഷം വിളക്ക് തെളിയിച്ച് വ്രതം ആരംഭിക്കാവുന്നതുമാണ്. ഗണേശ ക്ഷേത്ര ദർശനം ഈ സമയം ഏറ്റവും വിശേഷം തന്നെയാകുന്നു. സെപ്റ്റംബർ 7 മുഴുവൻ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സെപ്റ്റംബർ 7 മുഴുവൻ ഫലങ്ങളും പാലും മാത്രമേ നിങ്ങൾ കഴിക്കുവാൻ പാടൂ. വ്രതം എടുക്കുന്നവരുടെ കാര്യമാണ്. ഗണേശ മന്ത്രങ്ങൾ സമയം ലഭിക്കുമ്പോൾ നിങ്ങൾ ഉരുവിടേണ്ടതാകുന്നു. വൈകുന്നേരം സാധിക്കുന്നവർ ക്ഷേത്ര ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. സെപ്റ്റംബർ 8 രാവിലെ വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ്. വ്രതം എടുക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം നിർബന്ധമല്ല. എന്നാൽ സാധിക്കുന്ന ഏവരും ക്ഷേത്ര ദർശനം ചെയ്യേണ്ടതാകുന്നു. അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അതിനാൽ സാധിക്കുന്ന ഏവരും ഇപ്രകാരം ക്ഷേത്ര ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൂടെ ഫലം ഇരട്ടിക്കുന്നതുമാണ്. എന്നാൽ വ്രതം ഏവർക്കും എടുക്കുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ വ്രതം എടുക്കാത്തവരും ചില കാര്യങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ഷേത്ര ദർശനം അതിവിശേഷം തന്നെയാകുന്നു. 2 നേരം ക്ഷേത്ര ദർശനം സാധിക്കുന്നവർ ചെയ്യുക. 2 നേരം വീടുകളിൽ വിളക്ക് നിർബന്ധമായും നിങ്ങൾ തെളിയിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഈ സമയം ഗണേശ വിഗ്രഹത്തിൽ മഞ്ഞൾ കുങ്കുമത്തിലകം അണിയിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ മഞ്ഞ അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ ഭഗവാന് നിങ്ങൾ സമർപ്പിക്കേണ്ടതുമാണ്. കുങ്കുമം അതോടൊപ്പം മഞ്ഞൾ കൂടി ഈ സമയം സമർപ്പിക്കുക. മധുരം ഭഗവാന് സമർപ്പിക്കുക. കറുക 1 അല്ലെങ്കിൽ 3 എന്ന സംഖ്യയിൽ ഈ ദിവസം സമർപ്പിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിക്കുന്നതിന് സഹായകരമാണ്. ഈ വീടുകളിൽ ഭഗവാൻ വരികയും ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്നാണ് സങ്കല്പം. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം ഏവരും മറക്കാതെ തന്നെ ചെയ്യുക. ചാന്ദ്ര ദർശനവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
വിനായക ചതുർത്ഥി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ചാന്ദ്ര ദർശനം. പൊതുവെ ചതുർത്ഥി നാളിൽ അതും വിനായക ചതുർത്ഥി നാളിൽ ചന്ദ്രദർശനം പാടില്ല എന്നാണ് പറയുക. എന്നാൽ ഇത്തരത്തിൽ പാടില്ല എന്ന് പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ കാര്യം ചെയ്യുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇതിനാൽ തന്നെ നാളെ അറിയാതെ ചന്ദ്രദർശനം ലഭിച്ചാൽ ജപിക്കേണ്ടതായ അതിവിശേഷപ്പെട്ട മന്ത്രത്തെക്കുറിച്ചും പരാമർശിക്കാനായി പോവുകയാണ്. ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കുക. ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ വന്നു ചേരേണ്ട ആ ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് ഒഴിവായി പോവുക തന്നെ ചെയ്യും. മന്ത്രം ഇപ്രകാരമാണ്: സിംഹപ്രസേന മാവതീ സിംഹോ ജാമ്പവതഹര സുകുമാര മരോദിസ്താവ ഹേഷേ സ്മൃമന്തക എന്നാകുന്നു. ഈ മന്ത്രം ഒരു തവണ ഈ മന്ത്രം നിങ്ങൾ ഉരുവിടുക. ഗണേശ ഭഗവാനെ ആരാധിക്കുന്നു എന്നും ക്ഷമിക്കണം എന്നുമാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. നാളെ ചന്ദ്രദർശനം ലഭിക്കുന്നവർക്ക് അഭിമാനം, അതേപോലെ പേരുദോഷം എന്നിവ വന്നു ചേരും. ഇതിനാൽ തന്നെ ചന്ദ്രദർശനം ചെയ്യാത്തവർ ചില വസ്തുക്കൾ കയ്യിൽ കരുതുന്നത് ഉത്തമം തന്നെയാകുന്നു. പുറത്തു പോകുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മഞ്ഞൾ കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാണ്. ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായകരമായി തീരും. കുങ്കുമം കയ്യിൽ കരുതുന്നത് കഠിനമായ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാൻ സഹായകരമാണ്. കറുക 1 അല്ലെങ്കിൽ 3 കയ്യിൽ കരുതുക. ഭഗവാന്റെ ഇത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ, അതായത് ചന്ദ്രദർശനത്താൽ വന്നു ചേരുന്ന ആ ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. ഭഗവാന്റെ ദേഷ്യം കുറയ്ക്കുന്നതിന് സഹായകരമായി തീരും. അടുക്കളയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ ഉള്ളി, വലിയ ഉള്ളി അഥവാ സവോള എന്നിവ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസത്തെ ആഹാരത്തിൽ നിന്നും ഒഴിവാക്കണം. വെളുത്തുള്ളി ഒഴിവാക്കുന്നതാണ് ഉത്തമം. പാചകം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. മത്സ്യം, മാംസം, അതേപോലെ ലഹരി എന്നിവ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കണം. മത്സ്യവും മാംസവും തീർച്ചയായും പാചകം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. നാളെ പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ചില വഴിപാടുകൾ ചെയ്യുന്നത് ശുഭകരമാണ്. കറുക പുഷ്പാഞ്ജലി നടത്തുന്നത് വിഘ്ന നിവാരണത്തിന് ഉത്തമമാകുന്നു. മുക്കുറ്റി പുഷ്പാഞ്ജലിയാണ് എങ്കിൽ കാര്യവിജയവും, അഷ്ടോത്തര പുഷ്പാഞ്ജലിയാണ് എങ്കിൽ മനഃശാന്തിയും വന്നു ചേരും. ഗണേശ സൂക്താർച്ചന നടത്തുന്നതിലൂടെ ദാരിദ്ര്യശാന്തിയാണ് ഫലമായി വന്നു ചേരുക. ദ്വാദശ മന്ത്രാർച്ചന തടസ്സങ്ങൾ ഒഴിവാകുവാനും കറുകാമാല ഈ വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക. ദോഷകരമായ ഫലങ്ങൾ ഒഴിവാവുക തന്നെ ചെയ്യും.